എന്താ വേണ്ടത്? പലിശക്കാശ് വേണം. 3 മുടക്കായി. ആരാ? ആളെ മനസ്സിലായില്ലല്ലോ. ഞാൻ സത്യമ്മയുടെ കണക്കപ്പിള്ളയാണ്. പലിശ കണക്ക് ഞാൻ കൃത്യമായിട്ട് പറയാം. നിങ്ങളെ എനിക്ക് അറിയില്ലല്ലോ, പിന്നെങ്ങനെ കാശ് തരുന്നത്? അതിനാണല്ലോ നിങ്ങളുടെ കൃത്യമായ കണക്ക് ഞാൻ രേഖാമൂലം കാണിക്കാന്ന് പറഞ്ഞത്. ആ വിഷ്ണു എന്തി? വിഷ്ണുവിനോട് വരാൻ പറ. വിഷ്ണു വരാണെങ്കിൽ പണം കൊടുക്കാം. വിഷ്ണു സ്ഥലത്തില്ല, വരാൻ അല്പം വൈകും. ഞങ്ങൾക്കങ്ങനെ ധൃതിയൊന്നും ഇല്ലെന്നേ. സാവധാനം വന്നാ മതി. താൻ കളിക്കാതെ കാശെടുക്കണോ? അതെ, ചേട്ടൻ പോവാൻ നോക്കിയേ. കടയിൽ ഇത്തിരി ചില്ലറ കിട്ടുന്ന സമയം. കാശ് തരാതെ ഞാൻ പോവില്ല. ചേട്ടാ, ഇത് വലിയ കഷ്ടമായല്ലോ. ചേട്ടാ, പ്രായമാകുന്നു ഞാൻ നോക്കിയാല. എന്തൊക്കെ പറഞ്ഞാലും ശരി, കാശ് കിട്ടാതെ ഞാൻ പോവില്ല. എന്നെ 2 തല്ലിയാലും വേണ്ടില്ല. തന്നോടല്ലേ പറഞ്ഞ കടയുടെ മുന്നിൽ മാറാൻ. അയ്യോ, വിളിച്ചേട്ടാ, വിളിച്ചേട്ടാ, എഴുന്നേക്ക്. എന്താ എന്താ വിളിച്ചേട്ടേ? 3-4 മാസത്തെ പലിശക്കാശ് തരാനുണ്ട് കമല. അത് ചോദിച്ചെന്നെ ഇയാളെന്നെ ഉപദ്രവിച്ചേ. എന്താ ഏട്ടാ ഇത്? എപ്പോഴായാലും കൊടുക്കാനുള്ള കാശല്ലേ? അതങ്ങ് കൈയോട് കൊടുത്താ പ്രശ്നം കൊണ്ട് തീർന്നില്ലേ? എന്തോ കേട്ടില്ല. എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? അല്ല, ആ കൊടുക്കാനുള്ള പണം കൊണ്ട് കൊടുത്താലേ ആ പ്രശ്നങ്ങൾ തീർന്നാലെന്ന് പറയായിരുന്നു. കൊടുത്തല്ലോ, അതോ ഇനിയും വേണോ? അല്ല, നിനക്കും വേണോ? വേണമെങ്കിൽ തരാടാ. ചേട്ടനപ്പോ ഗുണ്ടായിസ് എടുക്കുവാണല്ലേ? ആണെങ്കിൽ നീ മൂക്കി വലിച്ചു കേട്ടോടാ. കമല, എന്നാ പിന്നെ തന്റെ കയ്യിൽ നിന്ന് കാശും കൊണ്ട് ഞാൻ പോകുന്നുള്ളൂ. എടുക്കണ കാശ്. കമല, വേണ്ട വേണ്ടാന്ന് വെക്കുമ്പോഴേ അവൻ തലേക്കറാൻ വരുന്നത്. നിന്റെയൊക്കെ കാശ് തരുന്നില്ല. എന്താ ചെയ്യാൻ പറ്റാന്ന് വെച്ചാ നീയൊക്കെ അങ്ങ് ചെയ്ത് കാണിക്കാം. വേണ്ട കമല, വേണ്ട കമല. കമല, ഇത് നമ്മൾ കൂട്ടിയാൽ കൂടില്ല. ഇപ്പൊ ഞങ്ങള് പോകുന്നു. ഇനി കാശ് മേടിക്കാൻ വരുന്നത് ഞങ്ങളുടെ ആശാനാ. നിന്റെ ഏറ്റവും അടുത്തുള്ള ഹോസ്പിറ്റലിലെ ആംബുലൻസ് ഡ്രൈവറുടെ നമ്പർ എടുത്തു വെച്ചോ, നീ ഉപകാരപ്പെടും. വേണ്ട കമല, നിന്നെ കാണിച്ചോളാം. കേറിക്കോ. വേണ്ട കമല, നിന്നെ കാണിച്ചോളാം പന്നെ. സച്ചിദാനന്ദ, മോന്റെ കല്യാണമാണ് 18-ാം തീയതി സൺഡേ. ഗോപുരം ഓഡിറ്റോറിയത്തിൽ വെച്ച തലേ ദിവസം തന്നെ വന്നേക്കണം. ഈ വരുന്ന ഞായറാഴ്ചയാടാ. ഏയ്, അങ്ങനെയൊന്നുമല്ല, പെട്ടെന്ന് കണ്ടങ്ങ് ഉറപ്പിച്ചതാ. അപ്പൊ പിന്നെ പറഞ്ഞ പോലെ ഈ ആൾക്കാർക്ക് എന്തൊക്കെ അറിയണം. വന്ന് കണ്ട് സന്തോഷത്തിൽ പങ്കെടുത്ത് ഉള്ളതും കഴിച്ചോണ്ട് പോവാൻ നിൽക്കാതെ പ്രേമമാണോ ഒളിച്ചോടിയതാണോ? ഒരു 100 ചോദ്യങ്ങളാ സ്വാമി. വിളിച്ചതിൽ പലർക്കും അറിയേണ്ടതും അത് തന്നെയാ. ഈ കല്യാണ തീയതി ചോദിക്കുന്നത് തന്നെ ഇതെല്ലാം കഴിഞ്ഞ. സുഹൃത്തുക്കളാണെങ്കിൽ അച്ഛന്റെ പാത മകനും പിന്തുടർന്നോ എന്നറിയാനായിരിക്കും. ഏത്? ഓ, അത് ശരി. അതിനിടയ്ക്ക് ആ കുരുട്ടുബുദ്ധിയിൽ അങ്ങനെ ഒരു കൊണഷ്ടം ചിന്തിച്ചു അല്ലേ? ഏത് രീതിയിലായാലും ഇത് നടന്നു കണ്ടാ മതി. കല്യാണം കഴിയുമ്പോ ശിവൻകുഞ്ഞിന്റെ സ്വഭാവത്തിലേക്ക് ഒരു മാറ്റം വരുമെന്നേ. മാറ്റം വരാതെ എവിടെ പോകാനാ? മാറ്റം വന്നാ അവർക്കും കൊള്ളാം. നമ്മൾ ഇന്നോ നാളെയോ ഒന്നും പറഞ്ഞ് വിസയും എടുത്ത് നിൽക്കുക. 2 തലമുറയ്ക്ക് തിന്നാനുള്ള സ്വത്തും ഉണ്ടാക്കിയിട്ടുണ്ട്. നോക്കി നടത്തി കുടുംബമായിട്ടൊക്കെ കഴിഞ്ഞാ അവർക്കും കൊള്ളാം. ഒരു സന്തോഷ് നാരായണൻ, ആസ്ട്രോളജറാ. അച്ഛനുണ്ടായിരുന്ന കാലത്തെ ഉള്ള ഫാമിലി സുഹൃത്താ. നമ്പർ ഇത് തന്നെയാണോ എന്തോ? എത്തിയോ? മോളോ? ഞങ്ങള് കല്യാണത്തിന്റെ വിളി ഇതുവരെ ഒതുക്കിയിട്ടില്ല. അച്ഛാ, ശിവൻ എവിടെയാ? എന്താ മോള്, എന്തു പറ്റി? ഓരോ ദിവസം കഴിയുന്നതോറും ഓരോ പ്രശ്നങ്ങളാ. എന്താ എന്താ ഉണ്ടായേ? അച്ഛനിത് കണ്ടോ? കണ്ടോ? ഹായ് ഗേസ്,
രാത്രി നക്ഷത്രങ്ങളെ കാണാൻ ഇറങ്ങുന്നവർ സൂക്ഷിക്കുക. നിങ്ങളെ വാച്ച് ചെയ്യാൻ അച്ചാറമച്ചാന്റെ ക്യാമറ കണ്ണുകൾ പിന്നാലെയുണ്ട്. അങ്ങനെ പെട്ടിരിക്കുകയാണ് ഗൈസ് തിരുവനന്തപുരം കളക്ടറായ ശാലിനി വിഷ്ണു. ഭർത്താവിനെ കാണാനില്ല എന്ന് വാർത്ത നിലനിൽക്കെ പാതിരാത്രിയിൽ ഭർത്താവിനെ തിരഞ്ഞുള്ള കളക്ടറുടെ രാത്രി സഞ്ചാരം. എന്താടാ ഇത്? അച്ഛാ, ഇതച്ഛന് കാണുമ്പോ തന്നെ അറിയാൻ പാടില്ലേ, ഇതേതോ ലോക്കൽ യൂട്യൂബറിന്റെ തന്തയിലെ പണിയാ. ആ, ഇതിന് മരുന്നില്ല. എന്റെ ഇരിക്കുന്ന മരുന്നാണെങ്കിൽ അവൻ താങ്ങയില്ല. അതിന് അയാളെ കുറ്റം പറഞ്ഞിട്ട് എന്താ കാര്യം? കളക്ടറും ശിവനും അവിടെ പാതിരാത്രി ചെന്നിട്ടല്ലേ അയാളുടെ ക്യാമറയിൽ നിങ്ങൾ പതിഞ്ഞത്? ഞാൻ അവരവിടെ യാദൃശ്യമായിട്ട് കണ്ടതാ. നീ എന്തിനാ അവിടെ പോയത്? അച്ഛാ, തട്ടുകടയിൽ പോകുന്ന എന്തിനാ? ഭക്ഷണം കഴിക്കാൻ. അത് ഇന്ന് വരെ ഇല്ലാത്തൊരു പതിവാണല്ലോ ശിവ. കളക്ടർ കൃത്യമായിട്ട് വന്ന തട്ടുകടയിൽ തന്നെ ശിവൻ ഭക്ഷണം കഴിക്കാൻ പോയി. എനിക്കിതങ്ങോട്ട് ഒരിക്കലും ദഹിക്കുന്നില്ല ശിവ. അപ്പൊ ഞാൻ മനഃപൂർവ്വം അവരെ കാണാൻ പോയി എന്നാണോ നീ പറഞ്ഞു വരുന്നത്? ഇത് ഞാൻ പറയുന്നതല്ലോ, ലക്ഷക്കണക്കിന് ആൾക്കാർ കണ്ടിരിക്കുന്നതാ. 53 ലക്ഷം വ്യൂവേഴ്സ്, അതൊരു ചെറിയ കാര്യമല്ല. അതെ, അതൊരു ചെറിയ കാര്യമല്ല, വലിയ കാര്യം തന്നെയാ. കളക്ടറെ കാണാൻ വേണ്ടി ഞാൻ വിളിച്ചു പറഞ്ഞിട്ടാ കളക്ടർ അവിടെ വന്നത്. നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും? എനിക്കറിയാടാ, നീ ഒരു ചതിയനാ. എന്നെ പറഞ്ഞു പറ്റിച്ചിട്ട് കളക്ടറെയും കൊണ്ട് നാട് ചുറ്റാനാ നിന്റെ പ്ലാൻ. ഭർത്താവിനെ കാണാൻ വിഷമിച്ച് നടക്കുന്ന കളക്ടർക്ക് അതൊരു ആശ്വാസമാവും. 2 വള്ളത്തിൽ കാല് ചവിട്ടി നിന്ന് അക്കരെ ഇക്കരയും പോവാൻ നിനക്ക് നാണോ ഇല്ലടാ?